നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒമാനിൽ കനത്ത മഴ തുടരുന്നു. മരണസംഖ്യ 9 ഉയർന്നു. മരണപ്പെട്ടവർ 4 കുട്ടികളും 4 സ്വദേശികളും 1 വിദേശിയും. 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്കായി തിരച്ചിൽ തുടരുന്നു. കനത്ത മഴ തുടരുന്നു. പലയിടങ്ങളിലും വെള്ളം കയറി. വരും മണിക്കൂറുകളിൽ ജാഗ്രത വേണമെന്ന് ഒമാൻ അധികൃതർ. വാദികൾ നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ റോയൽ ഒമാൻ പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം നിലനിൽക്കുന്ന ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുന്നു. മസ്കറ്റ്, നോർത്ത് അൽ ബാത്തിന, സൗത്ത് അൽ ബാത്തിന, സൗത്ത് അൽ ഷാർക്കിയ, നോർത്ത് അൽ ഷാർക്കിയ, അൽ ദാഹിറ, അൽ ദാഖിലിയ എന്നീ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളിലാണ് ഇടിമിന്നലോടെയുള്ള മഴ ലഭിച്ചത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള നാഷണൽ എയർലി വാർണിംഗ് സെൻറ്റർ ഫോർ മൾട്ടിപ്പിൾ ഹസാർഡ് അറിയിച്ചു. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകി. പലയിടങ്ങളിലും വെള്ളം കയറിയതായി റിപ്പോർട്ടുണ്ട്. നോർത്ത് അൽ ഷാർക്കിയ ഗവർണറേറ്റിലെ നിയാബത്ത് സമദൽ ഷാനിൽ കുട്ടികളെയും കൊണ്ടുപോവുകയായിരുന്ന സ്കൂൾ ബസ് വാദിയിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങി. ഇവിടെ നിന്ന് 2 പേരെ രക്ഷിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. രക്ഷപ്പെടുത്തിയ 2 പേരെ ഇബ്ര ആശുപത്രിയിലേക്ക് മാറ്റി. ഇബ്ര വിലായത്തിൽ 27 പേരെയും കൊണ്ടുപോവുകയായിരുന്ന ഒരു സ്കൂൾ ബസ് വാദിയിൽ കുടുങ്ങിയിരുന്നു. മറ്റൊരു സംഭവത്തിൽ നിസ്വ വിലായത്തിൽ 21 വിദ്യാർത്ഥികൾ വെള്ളക്കെട്ടിൽ ബസ്സിനുള്ളിൽ അകപ്പെട്ടുവെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ പറയുന്നു. നോർത്ത് അൽ ഷാർക്കിയ ഗവർണറേറ്റിലെ അൽ ബുദൈബി വിലായത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പ്രദേശവാസികളാണ് ഇവിടെ നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. അതിശക്തമായ മഴ പെയ്ത നോർത്ത് അൽ ഷാർക്കിയയിൽ പലയിടങ്ങളിലും വെള്ളം കയറി. വാദികളിൽ വെള്ളം നിറഞ്ഞു ഒഴുകുകയാണ്. ഇവിടെയുള്ള ഒരു റൗദ സ്കൂളിൽ വെള്ളം കയറിയെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നോർത്ത് അൽ ഷാർക്കിയയിലെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഇവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ റോയൽ ഒമാൻ പോലീസിൻ്റെ സഹായം തേടുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണി മുതൽ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ 3 ദിവസം കൂടി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.